ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിസ്ത ഗാലറി. ഇന്ന് ഞാനൊരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വൈറ്റ് ചോക്ലേറ്റ് സ്റ്റഫ്ഡ് പംകിൻ കപ്പ് കേക്ക്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലെ മെയിൻ താരം നമ്മുടെ പംകിൻ തന്നെയാണ്, നമ്മുടെ മത്തങ്ങ. അപ്പോൾ ഞാനിവിടെ ഒരു 250 ഗ്രാം വരുന്ന മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത എല്ലാ പംകിനും നല്ലപോലെ കഴുകി അതൊരു സ്റ്റീമറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും അത് നല്ലപോലെ സ്റ്റീം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി ഈ സമയം നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഇതിന് വേണ്ടി ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതേപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവ ചേർത്ത് ഇത് നല്ലപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യം നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി അരിച്ചെടുത്തതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് ഒരു വിസ്ക് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പംകിൻ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇവയെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ലപോലെ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ചിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കൂടുതലായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇട്ട് നമുക്ക് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കപ്പ് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മഫിൻ മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പേപ്പർ കപ്പ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഒരു ഹാഫ് പോർഷൻ എന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓരോ കപ്പിലും നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ സ്റ്റഫിംഗ് ഐറ്റമായ വൈറ്റ് ചോക്ലേറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ കപ്പിലും നമുക്ക് ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് ബാറ്റർ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. 200 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് ഞാനിവിടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ ഇവിടെ സെറ്റായി വരുന്നുണ്ട്. ആ വൈറ്റ് ചോക്ലേറ്റൊക്കെ മെൽട്ടാവുന്നത് നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ബാക്കി കേക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു
30 മിനിറ്റ്സിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ നല്ല പോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് സ്റ്റഫ് ചെയ്തത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വൈറ്റ് ചോക്ലേറ്റൊക്കെ നല്ല പോലെ ഇതിൽ മെൽട്ടായി വന്നിട്ടുണ്ട്. ആ കേക്കിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ചോക്ലേറ്റൊക്കെ ഫില്ല് ചെയ്തിട്ട് ചോക്ലേറ്റിന് പകരം നിങ്ങൾക്ക് ന്യൂട്രല്ല എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതിൽ അവർക്കൊക്കെ എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.